ഗോപ്രോയിൽ വാട്ടർ കയറുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പുതിയ ഗോപ്രോയാണ്, ഗോപ്രോ 9. ഇതിലെന്താ പുതുമയെന്നല്ല, ഈ ഗോപ്രോ എനിക്ക് വെറുതെ കിട്ടിയതാണ്. ഗോപ്രോ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണേണ്ടിയിരിക്കുന്നു. കാരണം എൻ്റെ ഗോപ്രോ 8 കംപ്ലൈൻ്റ് ആയ സമയത്ത് ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലങ്ങൾ അത് എങ്ങനെ അഭിമുഖീകരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗോപ്രോ 8 ആയിരുന്നു. അപ്പോൾ ആ ഗോപ്രോ 8 വെള്ളത്തിൽ മുങ്ങിപ്പോയ സമയത്ത്, സാധാരണയായി ഗോപ്രോ വെള്ളത്തിനടിയിൽ ഉപയോഗിക്കാം എന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിലും എന്തോ ഒരു പ്രശ്നം കൊണ്ട് വെള്ളം കയറുകയും ആ ഗോപ്രോ അടിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അത് സൗജന്യമായി റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. ഈ ബോക്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, സാധാരണ ഗോപ്രോ വരുന്ന ഒരു ബോക്സ് അല്ല ഈ ബോക്സ്. അതുകൂടാതെ ഇതിൻ്റെ മുകളിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് വാറണ്ടി റീപ്ലേസ്മെൻറ്റ് എന്ന്. എങ്ങനെയാണ് വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഗോപ്രോ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് വഴി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. മോഡ് ബട്ടണും പവർ ബട്ടണും കൂടെ, ക്യാപ്ചറിങ് ബട്ടണും കൂടെ ഒരുമിച്ച് ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇതിന് ശേഷവും നിങ്ങളുടെ ഗോപ്രോ ഓൺ ആവുന്നില്ലെങ്കിൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഗോപ്രോയുടെ ലിഡ് ഊരുകയും ബാറ്ററി ടെർമിനൽ ഊരുകയും ഇതിനകത്തേക്ക് ചാർജർ കണക്ട് ചെയ്യുകയും ചെയ്യാം. ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ ഗോപ്രോ ഓൺ ആകുന്നില്ലെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഗോപ്രോയുടെ അകത്ത് നിന്ന് ബാറ്ററിയും മെമ്മറി കാർഡും ഊരി മാറ്റുക. അതിനുശേഷം വീണ്ടും ചാർജർ കണക്ട് ചെയ്യുകയും 2 ബട്ടണും 20 സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയും ചെയ്യുക. ഇത്രയുമൊക്കെ ആയിട്ടും നിങ്ങളുടെ ഗോപ്രോ ഓൺ ആവുന്നില്ലെങ്കിൽ നോർമലി ആ ഗോപ്രോ അടിച്ചു പോയിരിക്കും. ഈ ട്രബിൾ ഷൂട്ടിങ്ങിലൊന്നും നിങ്ങളുടെ ഗോപ്രോ ഓൺ ആവുന്നില്ലെങ്കിൽ, ഇനി ഇവിടെയൊക്കെ കാണിക്കുന്ന ചാർജിങ് ഇൻഡിക്കേറ്റർ കൂടി വർക്ക് ചെയ്തില്ലെങ്കിൽ മാത്രം ഈ കാര്യങ്ങൾ നോക്കിയാൽ മതി. ചാർജിങ് ഇൻഡിക്കേറ്ററുകൾ വർക്ക് ചെയ്യുകയും ബാക്കി ഓണാവുന്നത് കാണുകയും ചെയ്യുന്നില്ലെങ്കിൽ അത് ഡിസ്പ്ലേയുടെ കംപ്ലൈൻ്റ് ആയിട്ട് വരാനാണ് സാധ്യത. ഗോപ്രോ ഡെഡായി എന്ന് നിങ്ങൾക്ക് കൺഫേം ആവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഗോപ്രോയുടെ വെബ്സൈറ്റിലേക്ക് കയറുക. അപ്പോൾ കോൺടാക്റ്റ് അസ് എന്നുള്ള ഈ കോളം വഴി കയറുക. ശേഷം ഇവിടെ നിങ്ങൾ കൺട്രി സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യാത്ത കാലത്തോളം നമ്മൾ ഔട്ട് ഓഫ് ബിസിനസ് അവേഴ്സ് എന്നാണ് ഇവിടെ എഴുതി കാണിക്കുക. അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇന്ത്യൻ ടൈം 2 മണി വരെ മാത്രമേ ഇവരുടെ കസ്റ്റമർ സർവീസുകൾ ഉള്ളൂ. അത് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ. സിംഗപ്പൂർ ബേസ്ഡ് ടൈം ആയതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്. സപ്പോർട്ട് എന്നുള്ള കോളം വഴി ചെയ്യുക. ക്യാമറയുടെ സീരിയൽ നമ്പർ. അപ്പോൾ സീരിയൽ നമ്പർ എവിടെയാണ് കിട്ടുക? സീരിയൽ നമ്പർ 2 സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ബോക്സ് അല്ലെങ്കിൽ വാറണ്ടി ബില്ലിനകത്ത് ഈ സീരിയൽ നമ്പർ ഉണ്ടാകും. കൂടാതെ ക്യാമറയുടെ അകത്ത് ഈ ഒരു സൈഡിലായിട്ടുള്ള സ്റ്റിക്കറിൻ്റെ അകത്തും സീരിയൽ നമ്പർ എൻ്റർ ചെയ്തിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഗോപ്രോ കണക്റ്റ് ആപ്പ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്പ് വഴി നിങ്ങൾക്ക് സീരിയൽ നമ്പർ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ സീരിയൽ നമ്പർ എടുത്ത് അതിനുശേഷം ഈ സീരിയൽ നമ്പർ വഴിയാണ് നിങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ലൈവ് ചാറ്റുണ്ട്, വേറൊന്ന് കോൾ എന്നാണുള്ളത്. അപ്പോൾ കോള് കിട്ടണമെങ്കിൽ എല്ലാവർക്കും കോൾ അവൈലബിൾ ആണ്. കസ്റ്റമർ കെയറിൽ നിന്ന് നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു സമയത്തിനകത്തും നിങ്ങൾ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുക. ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് പൊതുവായിട്ട് രാവിലെ 6 മണിക്കൊക്കെ ചെയ്യാൻ നോക്കിയാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് കോൾ ബാക്ക് കിട്ടാറുണ്ട്. ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ കാത്തിരുന്നാലും ചിലപ്പോൾ കോൾ ബാക്ക് കിട്ടാത്ത അവസ്ഥയും വരാം. പ്രോ സബ്സ്ക്രൈബേഴ്സിന് മാത്രം എക്സ്ക്ലൂസീവായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും അവിടെ നിന്ന് നിങ്ങളെ ഒരു കോൾ വരുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും നേരത്തെ ഞാൻ പറഞ്ഞ അതേ പ്രൊസീജിയേഴ്സാണ് അവർ റിപ്പീറ്റ് ചെയ്യുക. ഇതേ പ്രൊസീജിയേഴ്സ് ലൈവായിട്ട് ചെയ്തു നോക്കാൻ പറയും. അതിനുശേഷവും ഓണാവുന്നില്ലെങ്കിൽ അടുത്തതായിട്ട് അവർ പറയുന്നത്, അവരൊരു ലിങ്ക് അയച്ചു തരും നമുക്ക്. ഈ ലിങ്കിനകത്തേക്ക് ക്യാമറയുടെ ഫ്രണ്ട് സ്ക്രീന്, സൈഡ് വ്യൂ, സീരിയൽ നമ്പർ കാണുന്ന വിധം, ഇങ്ങനെ 2 സൈഡിലേക്കും കൂടിയായിട്ട് 4 ഫോട്ടോകളും കൂടാതെ നിങ്ങളുടെ ബില്ലിൻ്റെ കോപ്പിയും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 25 MB ആണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക. ഇത്രയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഫോട്ടോ വെച്ചിട്ട് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പം
നിങ്ങളുടെ പ്രോഡക്റ്റ് അണ്ടർ വാറണ്ടി ക്ലെയിം ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ അടുത്തതായിട്ട് അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ അയച്ചു തരും. ഈ വെരിഫിക്കേഷൻ മെയിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് അഡ്രസ്സിലാണോ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഡെലിവറി ആകേണ്ടത് എന്നുള്ളത് ഈ അഡ്രസ്സ് വഴി നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഫില്ല് ചെയ്ത് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് ഒരു 3 PDF ഫയലുകൾ അവരയച്ചു തരും. ഒന്ന് RMSA ആണ്, വേറൊന്ന് ഡമ്മി ബില്ലാണ്, വേറൊന്ന് ടു അഡ്രസ്സും കൂടിയാണ്. ഇത് 3ഉം പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത് 3 പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ ഗോപ്രോ വ്യക്തമായി നല്ല വൃത്തിയുള്ള ഒരു പാക്കിങ്ങിലാക്കി, ഗോപ്രോ മാത്രം മതി, ബാറ്ററി വേണ്ട, കൂടാതെ മെമ്മറി കാർഡും ഊരിയെടുക്കണം. ഇത്രയും ഊരിയെടുത്ത ശേഷം നിങ്ങളുടെ ബോക്സിൻ്റെ മുകളിൽ ടു അഡ്രസ്സ് നന്നായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒട്ടിക്കുക. അതുകൂടാതെ ബോക്സിൻ്റെ പുറത്ത് ഈ RMS എന്ന് പറയുന്ന ആ ലേബലും ഇൻവോയ്സ് കോപ്പി കൂടി. ഏത് ഇൻവോയ്സ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോപ്രോയിൽ നിന്ന് അയച്ചു തന്ന ഇൻവോയ്സ് കോപ്പിയാണ്. കാരണം ആ ഇൻവോയ്സ് കോപ്പി വെക്കാൻ പറയാൻ കാരണം കസ്റ്റംസിൻ്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ടാണ്. നേരത്തെ പ്രിൻ്റ് ഔട്ട് എടുത്ത 3 ഓരോ കോപ്പി വീതവും കൂടി കയ്യിൽ കരുതി തൊട്ടടുത്ത UPS സെൻറ്ററിൽ, അപ്പോൾ UPS കേരളത്തിലുള്ളത് കൊച്ചിയിൽ മാത്രമേ UPSൻ്റെ കളക്ഷൻ പോയിൻ്റ് ഉള്ളൂ, ഒഫീഷ്യൽ കളക്ഷൻ പോയിന്റിൽ കൊണ്ടുപോയി കൊടുക്കുക. ഇത് അടുത്തതായിട്ട് പോകുന്നത് ഇത് ഡൽഹിയിലേക്കായിരിക്കും. അപ്പോൾ ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് 2-3 ദിവസം എടുത്തേക്കാം. ഈ ദിവസങ്ങൾക്ക് ശേഷം ഇത് നേരെ സിംഗപ്പൂരിലേക്ക് പോകും. അപ്പോൾ കൊറിയർ സെൻറ്ററിലേക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ₹1 പോലും നിങ്ങൾ കൊറിയർ ചാർജായിട്ട് അടയ്ക്കേണ്ടതില്ല. ഇത് പ്രീപെയ്ഡ് ബൈ ഗോപ്രോയാണ്. അതുകൊണ്ട് തന്നെയാണ് UPSൻ്റെ എല്ലാ കളക്ഷൻ സെൻറ്ററിലും ഈ കൊറിയറും ആക്സെപ്റ്റ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണവും കൂടെ. ഇനി ഇത് നിങ്ങൾക്ക് ഈ ഗോപ്രോ പിന്നീട് സിംഗപ്പൂരിൽ എത്തുന്ന സമയത്ത് നമുക്ക് UPS വഴി ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ UPS ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സുഖം UPSനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എല്ലാ സ്റ്റെപ്പുകളും വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. സിംഗപ്പൂരിലെത്തി അവിടെ ഡെലിവറി ആയി ഒരു 3-4 ദിവസത്തിനകം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ മെയിൽ വരും. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺഫർമേഷൻ മെയിലിനകത്ത് നിങ്ങളുടെ ഗോപ്രോ റീപ്ലേസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടി അവർ മെൻഷൻ ചെയ്യും. കാരണം നമ്മൾ ഫോൺ വഴിയും ഇമേജ് വഴിയും വെരിഫൈ ചെയ്ത കാര്യങ്ങൾ അവർ ഫിസിക്കലി ഒന്ന് വെരിഫൈ ചെയ്യും. അതിനുശേഷം ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ പുതിയ ഗോപ്രോ അവരവിടുന്ന് അയക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിംഗപ്പൂരിൽ നിന്ന് അയച്ച ഗോപ്രോ സിംഗപ്പൂർ ടു ചൈന, ചൈന ടു ബാംഗ്ലൂരാണ് വന്നത്. ബാംഗ്ലൂർ എത്തിയ സമയത്ത് വീണ്ടും കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് UPSൽ നിന്ന് നിങ്ങളുടെ ആധാർ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മെയിൽ വരുന്നതാണ്. അപ്പോൾ ഈ മെയിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വിത്തിൻ 24 hours ഫില്ല് ചെയ്ത് ആധാറിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ആധാറോ പാസ്പോർട്ടോ എന്തും നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ആധാറാണെങ്കിൽ ഈ കസ്റ്റംസ് ക്ലിയറൻസിൻ്റെ പ്രൊസീജിയറുകൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആകുന്നതാണ്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത കൊറിയർ സെൻറ്ററിലേക്ക് കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എത്തുന്നതാണ്. സാധാരണ രീതിയിൽ ഗോപ്രോ ഏത് വേർഷനാണോ ആ വേർഷൻ തന്നെയാണ് നമുക്ക് കിട്ടുക. എൻ്റെ കേസിൽ ഗോപ്രോ 8 കുറേ